Hello, good afternoon students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ ആകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു മെസ്നർ സ്റ്റേറ്റ് എന്നുകൂടെ നമ്മളവിടെ റെഫർ ചെയ്തിരുന്നു. മെസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ എന്തായിട്ട് മാറുകയാണ്, മെറ്റീരിയൽ ഒരു ഡയാമാഗ്നറ്റായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് റിപ്പൽസ് അവർ മാഗ്നറ്റിക് ഫ്ലക്സസ് വൺസ് പാസിങ് ത്രൂ ഇറ്റ്. ഒരിക്കലും അതിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നതിനെ തന്നെയാണ് അത് റിപ്പൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അത് അല്ലാത്ത സമയത്ത് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ സൂപ്പർ കണ്ടക്ഷൻ്റെ സ്റ്റേജ് റീച്ച് ചെയ്യുമ്പോൾ അത് എന്ത് കാണിക്കുന്നു, ഒരു ഡയാമാഗ്നറ്റ് ആവുന്നു. അപ്പോൾ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ, അതായത് ഡയാമാഗ്നറ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹൗ ഇറ്റ് വിൽ എഫക്റ്റ് ദ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ സൂപ്പർ കണ്ടക്ടർ. അതാണ് നമ്മൾ ഇനി ഇപ്പോൾ രണ്ട് ഗ്രാഫ് വെച്ചിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോ ദീസ് ടു ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ബിഹേവ് ഡിഫറൻ്റ്ലി ഇൻ ദിസ് സിറ്റുവേഷൻ. അതായത് നമ്മൾ വെൻ വി അപ്ലൈ വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ് to these superconductors type 1 and type 2, these two categories behave in a different manner. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാതെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി അബ്രപ്റ്റ്ലി ഡിസ്ട്രോയിഡ് വെൻ ദ സ്ട്രെങ്ത് ഓഫ് ദ അപ്ലൈഡ് ഫീൽഡ് റൈസസ് എബവ് എ ക്രിട്ടിക്കൽ വാല്യൂ HC. അപ്പം നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റി പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇത് നമ്മൾ അതർവൈസ് സീറോ ആയിട്ടിരിക്കുകയാണ് സൂപ്പർ കണ്ടക്ഷൻ സ്റ്റേജിൽ. നമുക്ക് മാഗ്നറ്റൈസേഷനാണ് വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഫീൽഡ് നമ്മൾ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് മാഗ്നറ്റൈസേഷൻ ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. നമ്മൾ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേജിലാണെങ്കിലും ഇഫ് വി ഈവൻ ഇൻ ദാറ്റ് സ്റ്റേജ് ഓൾസോ ഇഫ് വി ഇൻക്രീസ് ദ external magnetic field strength to that material, the magnetization or the material is slowly becoming magnet or magnetization അതിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു സ്റ്റീപ്പായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഒറിജിനൽ സീറോ ആയിരുന്നതാണ്. ഹൈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇറ്റ് അബ്രപ്റ്റ്ലി ഡിസ്ട്രോയിഡ്. ദാറ്റ് ഈസ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ ആ കാറ്റഗറിയെ പറയുന്നത്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. HC എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. എബവ് HC it vanishes Meissner effect and below it obeys Meissner effect. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെസ്നർ എഫക്റ്റ് കാണിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് HC വരെയേ ഉള്ളൂ. HC വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാഗ്നറ്റൈസേഷൻ ഇല്ലാതാവുകയാണ്. നമ്മൾ എഗെയിൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു എന്ന് വെച്ചാലും അതിനകത്ത് മാഗ്നറ്റൈസേഷൻ ഒന്നും വരുന്നില്ല. ദാറ്റ് ഈസ് HC എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ. അപ്പോൾ അടുത്ത ഡയഗ്രത്തിനകത്താണെങ്കിൽ ടൈപ്പ് 2 സെമി കണ്ടക്ടേഴ്സാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ വാല്യൂ HC1 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HC1 കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മാഗ്നറ്റൈസേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. മാഗ്നറ്റൈസേഷൻ കുറഞ്ഞു വരികയാണ്. ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പെനിട്രേറ്റ്സ് ദ മെറ്റീരിയൽ ബട്ട് ദർ റിമെയിൻസ് നോ റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അവിടെ ഈ ഡയഗ്രത്തിലെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഷെയ്ഡഡ് റീജിയനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു മിക്സഡ് സ്റ്റേറ്റ് എന്ന് പറയും. വോർട്ടെക്സ് എന്നാണ് അതിന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. വോർട്ടെക്സ് സ്റ്റേറ്റ് ആണത്, വോർട്ടെക്സ്. അപ്പോൾ ഈ HC1 എന്ന് പറയുന്ന ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഫർദർ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കഴിയുമ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ് ആ മേളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ടൈപ്പ് 1 വരുന്നത്. പക്ഷേ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയൊന്ന് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എബോവ് എ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് അപ്ലൈഡ് ഫീൽഡ്
അവിടെ മെസ്നർ എഫക്റ്റ് കുറഞ്ഞു വരുന്നു. മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല, മെസ്നർ എഫക്റ്റ് ഡിമിനിഷസ് ചെയ്യുന്നു. അവിടെ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മെസ്നർ എഫക്റ്റ് കുറയുക എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് കുറച്ചുണ്ട്, തീരെ ഇല്ലാതില്ല ഇൻ ദ മെറ്റീരിയൽ, ബട്ട് ദർ റിമെയിൻസ് നോ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അവിടെ റെസിസ്റ്റൻസ് ഇല്ല, സൂപ്പർ കണ്ടക്ടർ തന്നെയാണ് ആ സമയത്തും അത്. അറ്റ് എ സെക്കൻഡ് ക്രിട്ടിക്കൽ ഫീൽഡ് സ്ട്രെങ്ത് HC2 ദ സൂപ്പർ കണ്ടക്ഷൻ ഈസ് ഡിസ്ട്രോയിഡ്. അപ്പോൾ HC2-ലാകുമ്പോൾ സൂപ്പർ കണ്ടക്ഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന സിറ്റുവേഷനാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യത്തേൽ HC-യിലാണ് സൂപ്പർ കണ്ടക്ഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നത്. ഒരു പർട്ടിക്കുലർ മാഗ്നറ്റൈസേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ സൂപ്പർ കണ്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഇഫക്റ്റിന് സിഗ്നിഫിക്കൻസ് വരുന്നില്ല. അപ്പോൾ സെക്കൻഡ് കേസിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വന്നിട്ട് പിന്നെ ഒരു HC2 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരെ വന്നിട്ടാണ് സൂപ്പർ കണ്ടക്ഷൻ വാനിഷസ്. സോ അവിടെ നമുക്കൊരു ഒരു മിക്സഡ് സ്റ്റേറ്റ് നമുക്ക് കാണാൻ കഴിയും ബിറ്റ്വീൻ HC1 ആൻഡ് HC2, നോൺ ആസ് ദ വോർട്ടെക്സ് സ്റ്റേറ്റ്, വിത്ത് നോർമൽ കോഴ്സ് സറൗണ്ടഡ് ബൈ സൂപ്പർ കണ്ടക്റ്റിംഗ് റീജിയൻ. അപ്പോൾ അവിടെ ഇറ്റ് അലൗസ് മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേഷൻ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇംപ്യൂറും കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സും ടൈപ്പ് 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഇംപ്യൂർ ആയിട്ടുള്ളതും കോമ്പൗണ്ട് ഫോമിലുള്ള സെമി കണ്ടക്ടേഴ്സ് എല്ലാം ടൈപ്പ് 2-ലാണ് വരുന്നത്. അതുപോലെ മെറ്റൽ അലോയ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് നിയോബിയം ടൈറ്റാനിയം അലോയ്സ്, നിയോബിയം ടിൻ അലോയ്സ് ഒക്കെ വരുന്നത്. പിന്നെ കുപ്രൈറ്റ് പെറോസ്കൈറ്റ് സിറാമിക് മെറ്റീരിയൽ ടൈപ്പിൽ വരുന്നതാണ് ഇട്രിയം ബേരിയം കോപ്പർ ഓക്സൈഡ്, YbCO എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. Next we have to discuss dielectric materials. Dielectric വാല്യൂ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഡയലക്ട്രിക് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതൊന്ന് ആലോചിച്ച് നോക്കുക. ആക്ച്വലി ഡയലക്ട്രിക് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ദാറ്റ് ക്യാൻ ബി പോളറൈസ്ഡ് ബൈ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഡയലക്ട്രിക് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് വിച്ച് ക്യാൻ ബി പോളറൈസ്ഡ് ബൈ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡയലക്ട്രിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ചാർജസ് ഡു നോട്ട് ഫ്ലോ ത്രൂ ദ മെറ്റീരിയൽ ആസ് ദേ ഡു ഇൻ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ പോലെ അതിനകത്തൂടെ ചാർജസിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ഇൻസ്റ്റെഡ് only slightly it shifts from their average equilibrium positions. ചാർജസ് കുറച്ച് ഡിസ്പ്ലേസ്ഡ് ആവുക മാത്രമേ ചെയ്യുള്ളൂ. അതിന് ഫ്രീ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആസ് ഇറ്റ് ഈസ് ഇൻ ദ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ദർ ഇസ് നോ സച്ച് മൂവ്മെൻറ്റ് ഇൻ ദിസ് ഡയലക്ട്രിക് മെറ്റീരിയൽ. So this displacement causing dielectric polarization. അപ്പോൾ ആ മെറ്റീരിയൽ ഇന്നതാണ്, അത് ആക്ച്വലി ഒരു ഇൻസുലേറ്റർ ആണ്. ബട്ട് ഇൻസൈഡ് വിച്ച് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ചാർജസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പോളറൈസേഷൻ നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദാറ്റ് ചാർജ് സെപ്പറേഷൻ കോസിങ് ഈസ് കോൾഡ് ഡയലക്ട്രിക് പോളറൈസേഷൻ. ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രിക് പോളറൈസേഷൻ, പോസിറ്റീവ് ചാർജസ് ആർ ഡിസ്പ്ലേസ്ഡ് ഇൻ one direction and negative charges are shift in the opposite direction. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ thus it creates an internal electric field that produced ഒരു internal electric field is produced that reduces the overall field within the dielectric itself. അപ്പോൾ ഇങ്ങനെയുള്ള ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് അത് കൂടുതലും നമ്മൾ കൺസേൺ ചെയ്യുന്നത് storage and dissipation of electric and magnetic energy in
മെറ്റീരിയൽസ്. നമ്മൾ കപ്പാസിറ്റേഴ്സൊക്കെ കേട്ടിട്ടുണ്ട്, ചാർജ് സ്റ്റോറേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രോപ്പർട്ടി, മീൻസ് കപ്പാസിറ്റേഴ്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടിയുമാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിന് ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഈ സ്റ്റോറേജ് ആൻഡ് ഡിസിപ്പേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എനർജി തരുന്ന മെറ്റീരിയൽസിൻ്റെ ഇത്തരത്തിലുള്ള സ്റ്റഡീസുമായിട്ടാണ് നമുക്ക് ഈ ഡയലക്ട്രിക് പ്രോപ്പർട്ടിക്ക് റിലേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡയലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സോളിഡ്സ്, ലിക്വിഡ്സ് ഓർ ഗ്യാസസ് ആൻഡ് ഇൻ അഡീഷൻ വെരി ഹൈ വാക്വം. വളരെ ഈ വാക്വം തന്നെ ഒരു നമ്മൾ ഡയലക്ട്രിക് മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അങ്ങനെ ഉപയോഗിക്കാൻ കാര്യം നിയർലി ലോസ്ലെസ് ഡയലക്ട്രിക്. അപ്പോൾ അവിടെ നമുക്ക് ലോസ്ലെസ് ഡയലക്ട്രിക് ഈവൻ ദോ ഇറ്റ്സ് റിലേറ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ഓൺലി യൂണിറ്റി. ചെറിയ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണെങ്കിലും അതിന് ലോസ് കുറവാണ്, അതിന് ചാർജ് ലോസ് കുറവ് വരും ഡ്യൂറിങ് ദിസ് ചാർജ് സ്റ്റോറേജിങ്. ചാർജൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, ചാർജ് ലോസ്ലെസ് ഡയലക്ട്രിക് എന്നാണ് നമ്മളതിനെ പറയുന്ന ടേം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടേംസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് എന്താണ് ഡയലക്ട്രിക്കിൻ്റെ ആക്ച്വൽ പ്രിൻസിപ്പിൾ എന്നുള്ളതിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. സോളിഡ് ഡയലക്ട്രിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലും അതുപോലെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലാണ് നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ വളരെ ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ സോളിഡ് ഡയലക്ട്രിക്സിൽ വരാറുണ്ട്. ദാറ്റ് ഈസ് പോർസിലീൻ, ഗ്ലാസ്, ഓൾമോസ്റ്റ് ഓൾ പ്ലാസ്റ്റിക്സ്, എയർ, നമ്മൾ ഈ സോളിഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എയർ, നൈട്രജൻ, അതുപോലെ SF6, ഇതൊക്കെ ഗേഷ്യസ് ഡയലക്ട്രിക്സ് ആണ്. സോളിഡ്സിൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞ കാറ്റഗറീസ്. പിന്നെ അതുപോലെ ഗേഷ്യസ് ഫോമിൽ വരുന്നതാണ് നമ്മളെ സാധാ എയർ, നൈട്രജൻ, അതുപോലെ SF6 ഒക്കെ ഗേഷ്യസ് ഡയലക്ട്രിക്സ് ആണ്. മിനറൽ ഓയിൽസ് നമ്മൾ which is extensively used inside electrical transformers as a fluid dielectric and assist in cooling process. So mineral oils, castor oil ഒക്കെ കാസ്റ്റർ ഓയിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലക്ട്രിക് ആണ്. കാസ്റ്റർ ഓയിൽ ഹൈ വോൾട്ടേജ് കപ്പാസിറ്റേഴ്സിലാണ് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നത്. മിനറൽ ഓയിലും ഇതുപോലെ മിനറൽ ഓയിൽസ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമേഴ്സിലെ ഫ്ലൂയിഡ് ഡയലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്ന ഡയലക്ട്രിക് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ, ഡയലക്ട്രിക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ചില ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ അതിലേക്കാണ് പോകുന്നത്. സോ ഇത് പ്രിൻസിപ്പലി ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സിൽ. ഡയലക്ട്രിക് മെറ്റീരിയൽസ് ആർ കോമൺലി യൂസ്ഡ് ഇൻ കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. So they should possess some properties in order to be used in this for this practical applications. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ they should possess high dielectric strength, that is they should be able to withstand high voltages. ഒന്നാമത്തെ കാര്യം, without undergoing degradation and becoming electrically conducting. ഇലക്ട്രിക്കലി കണ്ടക്റ്റ് ആകാതെ തന്നെ അത് without undergoing degradation it can withstand high voltage. ഹൈ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത്രയുമാണ്. ദേ ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ വോൾട്ടേജ് വിത്തൗട്ട് അണ്ടർഗോയിങ് ഡീഗ്രഡേഷൻ ആൻഡ് ബിക്കമിങ് ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ്. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ പൊസസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുപോലെ ഡയലക്ട്രിക്സ് ഷുഡ് ഹാവ് ലോ ഡയലക്ട്രിക് ലോസ്, ദാറ്റ് ഈസ് ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. ദ ലോസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി വിച്ച് അപ്പിയേഴ്സ് ആസ് ഹീറ്റ്
ഷുഡ് ബി മിനിമൈസ്ഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ലോസ്ലെസ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിരുന്നു. ലോസ് കുറവുള്ളത്, അതാണ് ലോസ്ലെസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഡയലക്ട്രിക് ലോസ് ലോ ആയിരിക്കുക. ദാറ്റ് ഈസ് ഇൻ ആൻ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഒരു ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്ത് പോകുന്നത് മിനിമം ആയിരിക്കണം. അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ കൂടുതലും. അത് അങ്ങനെ പോവുകയാണെങ്കിൽ, ഹീറ്റ് ഫോമിൽ പോകുന്നുണ്ടെങ്കിൽ അത് എനർജി ലോസ് ആണ്. സോ അത് ഹീറ്റ് ചൂട് കുറവായിട്ട്, അല്ലെങ്കിൽ ഡ്യൂറിങ് ദാറ്റ് ആക്ഷൻ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കണം. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് എ ഡയലക്ട്രിക് മെറ്റീരിയൽ ലീഡ് ടു എ പോളറൈസേഷൻ ഓഫ് ചാർജ് വിത്തിൻ ദ മെറ്റീരിയൽ, ഓൾദോ ലോങ് റേഞ്ച് മോഷൻ ഓഫ് അയോൺസ് ഓർ ഇലക്ട്രോൺസ് കനോട്ട് ഒക്കർ. ലോങ് റേഞ്ച് മോഷൻ നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു, ഫ്രീ മൂവ്മെൻറ്റ് ഇല്ല. പക്ഷേ ഈവൻ ദെൻ വെൻ വി അപ്ലൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ മെറ്റീരിയൽ, there occurs some polarization, and that polarization disappears when the voltage is removed. നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയുള്ളൂ. when we remove the voltage, then the polarization will disappear. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ടേമാണ് ഫെറോ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്, which are a special type of dielectric material in that they retain a large residual polarization if we remove the external field. നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും, if it retains some large amount of residual polarization, then that category of materials is coming under ferroelectric materials. Okay. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡയലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഡയലക്ട്രിക്കിൻ്റെ ആക്ച്വൽ പ്രോപ്പർട്ടീസ്, ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് മേ ബി ഡിഫൈൻഡ് ബൈ ദ ബിഹേവിയർ ഓഫ് ദ മെറ്റീരിയൽ ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമുക്കത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഡയലക്ട്രിക് എന്താണെന്ന് പറയണമെങ്കിൽ, ദെൻ വി ഹാവ് ടു കമ്പൈൻ ഓർ we have to take the example of a parallel plate capacitor. This is a pair of conducting plates. Capacitor നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫിസിക്സിലൊക്കെ. Parallel to one another and separated by a distance d. Very small distance ആണ് d എന്ന് പറയുന്നത്, compared with the linear dimension of the plates. പ്ലേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സെപ്പറേഷൻ. With a vacuum between the plates, the capacitance CO is defined as, capacitance ഡിഫൈൻ ചെയ്തിരിക്കുന്നത് EO ഇൻറ്റു എ ബൈ ഡി എന്നാണ്. EO അല്ല, E0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ ആണ്. ഫാരഡ് എന്ന് പറയുന്നത് നമ്മൾ മൈക്കൽ ഫാരഡേക്ക് ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഫാരഡ്. എഫ് 8.854 ഇൻറ്റു 10⁻12 ഫാരഡ് പെർ മീറ്റർ ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ E0 എന്ന് പറയുന്നത് നമുക്കറിയാം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വെൻ അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡയമെൻഷൻ ഓഫ് ദ കപ്പാസിറ്റർ. അതായത് നമുക്ക് ഡി എന്ന് പറയുന്ന സെപ്പറേഷൻ ഉണ്ട്. E0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ E0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റും ആണെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യൂർലി ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ഡയമെൻഷൻ ഓഫ് ദ കപ്പാസിറ്റർ. So when we apply a potential difference V between the plates, a quantity of charge Q0 is stored on them. So it is given by Q0 is equal to C0 into V, that is capacitance into the applied voltage. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റ് ചാർജുള്ള രണ്ട് പ്ലേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി. ഡയലക്ട്രിക്സ് ഇൻ ബിറ്റ്വീൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എ ആണ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വി ഹാവ് ഡു ഈസ്
what we have done is on applying a potential difference V between the plates, a quantity of charge Q0 is stored on them, which is given by C0 into V. If a dielectric substance is now placed between the plates and the same potential difference is applied. Okay. അപ്പോൾ നമ്മൾ ഒരു രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സിലേക്ക് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ്ലി ചാർജ് ആകുന്നത് നമ്മൾ ആ പ്ലേറ്റ്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോഴാണ്. സോ വെൻ വി അപ്ലൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, നമുക്ക് ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അഗെയിൻ അപ്ലൈയിങ്. ദ എമൗണ്ട് ഓഫ് ചാർജസ് സ്റ്റോർഡ് ഇൻക്രീസസ് ടു Q1. Q0യിൽ നിന്നും Q1 ആയിട്ടത് ചേഞ്ച് ചെയ്തു. ആൻഡ് ദ കപ്പാസിറ്റൻസ് ദെയർഫോർ ഇൻക്രീസസ് ടു C1. ഇപ്പോൾ C0 ആണ് ഇനിഷ്യൽ കപ്പാസിറ്റൻസ് എങ്കിൽ when the dielectrics is coming in between the parallel plates, then the capacitance is increased to C1. So the dielectric constant or relative permittivity epsilon dash of the dielectric is related to this increase in capacitance by the formula C1 by C0. സോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ഒരു കപ്പാസിറ്റർ ഫോമിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ആദ്യം കാണുക. അവിടെ ആദ്യം നമ്മൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇല്ലാതെ രണ്ട് പ്ലേറ്റ്സിൽ നമ്മൾ ഓപ്പോസിറ്റ് ചാർജസ് അപ്ലൈ ചെയ്യുകയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. ദെൻ അറ്റ് ദാറ്റ് ടൈം എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് Q0 ഈസ് സ്റ്റോർഡ് ഓൺ ദം. അപ്പോൾ അവരിൽ ഒരു ചാർജ് സ്റ്റോർ ചെയ്യുന്നുണ്ട് ആ പ്ലേറ്റിൽ, അത് Q0 ആണ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് C0 ഇൻറ്റു V ആണ്. C0 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈയിങ്. Then after that condition, after that stage, now we are placing a dielectric material in between the plates and the same potential difference we are applying. Then the amount of charge stored increases from Q0 to Q1 and the capacitor therefore increases from C0 to C1. So there is a ratio between C1 and C0 which indicates the dielectric constant or relative permittivity epsilon dash of the dielectric material. That magnitude of this epsilon dash depends on the degree of polarization or charge displacement that can occur in the material. So ഇത് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എന്താണ് വാട്ട് ചേഞ്ചസ് ദെയർ ഒക്കറിങ് എന്നുള്ളത് നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്ത് കാണുക. എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം, അല്ലാതെ നമ്മൾ കാണാതെ പഠിക്കരുത്. പിന്നെ ഇന്നത് സംഭവിച്ചു, ഇന്നത് വന്നു, ഫ്ലക്സ് പോയി, അല്ലെങ്കിൽ ചാർജ് വന്നു, ചാർജ് സ്റ്റോറായി, ഇങ്ങനെ പഠിക്കാതെ നമുക്കിപ്പോൾ ആക്ച്വലി അവിടെ നടക്കുന്ന മെക്കാനിസം എന്താണെന്നുള്ളത് നമ്മളൊരു പിക്ചറൈസേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞതനുസരിച്ച് നമുക്കിപ്പോൾ ഒരു പിന്നെന്താണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതെന്ന് പറയുന്നത് മിയർലി ദ റേഷ്യോ ബിറ്റ്വീൻ C1 ആൻഡ് C0 ആണ്. അതിൻ്റെ റേഷ്യോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഇൻക്രീസ് ഇൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്? ഇൻക്രീസ് ഇൻ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ ആ റേഷ്യോയിലൂടെ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, C1 by C0 എന്നുള്ളത്. അപ്പോൾ ആ ഇൻക്രീസ് ഇൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ. അതിൽ എത്രത്തോളം പോളറൈസേഷൻ നമ്മൾ പിന്നെ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻ ബിറ്റ്വീൻ കൊണ്ടുവന്നതിന് ശേഷം എത്ര പോളറൈസേഷൻ അതിനുള്ളിൽ നടന്നു, എത്ര ചാർജ്, അതായത് അതിൻ്റെ ഒരു ഫിസിക്കൽ പിന്നെ പിക്ചർ എന്ന് പറയുന്നത് സാധാരണ രണ്ട് ഓർഡിനറി പ്ലേറ്റ്സിൽ നമ്മൾ രണ്ട് പിന്നെ പോൾസ് കണക്ട് ചെയ്യുകയാണ്. ഒന്ന് നെഗറ്റീവും പോസിറ്റീവും ബാറ്ററീസ് നമ്മളവിടെ രണ്ട് പ്ലേറ്റിലായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ ഓഫ് കോഴ്സ് ആ പ്ലേറ്റ്സിൽ കുറച്ച് ചാർജസ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളവിടെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നു. ഇൻസ്റ്റഡ് അവിടെ ഒരു വാക്യൂം ആണെങ്കിൽ കൂടിയും നമ്മളവിടെ വാക്യൂം ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഡ്യൂ ടു ഈ പിന്നെ പ്ലേറ്റിലുള്ള ചാർജ് ആ പറയുന്ന മെറ്റീരിയലിലേക്ക് കൂടെ ചാർജിനെ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവിടെ ട്രാൻസ്മിഷൻ എന്നുള്ള വേർഡ് തെറ്റാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വേർഡ് പറഞ്ഞത്. ആ ചാർജസിൻ്റെ എഫക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ പ്ലേറ്റിലുള്ള ചാർജസിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇൻസൈഡ് ആ ഡയലക്ട്രിക് മെറ്റീരിയലിൽ ഒരു
പോളറൈസേഷൻ നടക്കുന്നുണ്ട്. ആ പോളറൈസേഷൻ എന്ന് പറയുന്നത് പോളറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സം ചാർജ് ഈസ് ആക്ച്വലി സ്റ്റോറിങ് ദെയർ. കുറച്ച് ചാർജ് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അധികം. അതായത് വിത്തൗട്ട് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ, അതായത് പാസിങ് ഓഫ് ചാർജസ് ഇല്ല. കണ്ടക്ഷൻ ആണെങ്കിൽ മാത്രമേ ചാർജസ് പാസ് ചെയ്യുന്നുള്ളൂ. അവിടെ ഒന്നുകിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ട് അവിടെ ചാർജസ് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എക്സാക്ട് പ്രിൻസിപ്പിളാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ വന്നു കഴിയുമ്പോൾ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റൻസ് ഓർ ദാറ്റ് ചാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ആ പറയുന്നത് അത് ഡയറക്റ്റ്ലി ഇറ്റ് റിലേറ്റഡ് ടു ദി ഡിഗ്രി ഓഫ് പോളറൈസേഷൻ. എത്രത്തോളം പോളറൈസേഷൻ നടക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, ഈ കപ്പാസിറ്റൻസിൻ്റെ എഫിഷ്യൻസി വരുന്നത്. സോ ഫോർ എയർ ദിസ് എപ്സിലോൺ ഡാഷ് ഈസ് നിയർലി ഈക്വൽ ടു 1. അയോണിക് സോളിഡ്സിനെല്ലാം ഇത് 5 to 10 ആണ്. ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസിനാണെങ്കിൽ 1000 to 10,000 എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ് പോകുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ബേരിയം ടൈറ്റാനേറ്റ് പറഞ്ഞിരിക്കുന്നത്, BaTiO3 എന്ന് പറയുന്ന മെറ്റീരിയൽ. So the polarizability of the dielectric is defined by polarizability. Again we can define it as alpha into E. Alpha into E where നമ്മുടെ P എന്ന് പറയുന്നത് ഇതൊരു എന്താണ് ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡാണ് ആക്ച്വലി നമ്മുടെ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇ. അപ്പോൾ ആ ഒരു ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ കൊണ്ട് പിന്നെ എന്താണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് ആ ഡൈപോൾ മൊമെൻറ്റ് ആ മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് പിന്നെ ഡൈപോൾ മൊമെൻറ്റ്, ആ ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്ത് വരുന്നതാണ് വിത്ത് എഫക്റ്റ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്. അതിനെയാണ് നമ്മൾ ശരിക്കും ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് പി എന്ന് നമ്മൾ ഇക്വേഷൻ വൈസ് നമുക്ക് എഴുതാൻ പറ്റുന്നത് പി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ എന്നാണ്. സോ ഈ പോളറൈസബിലിറ്റിക്ക് നമുക്ക് 4 കമ്പോണൻസ് ഉണ്ട്. അതിനെ നമ്മൾ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ഇ പ്ലസ് ആൽഫ ഐ പ്ലസ് ആൽഫ ഡി പ്ലസ് ആൽഫ എസ് എന്ന് പറയുന്ന 4 കാറ്റഗറീസിൻ്റെ ഒരു സമ്മേഷനായിട്ടാണ് നമ്മൾ ഈ പോളറൈസബിലിറ്റിയുടെ ഈ ഒരു പർട്ടിക്കുലർ ടേം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു എന്താണ് ഈ 4 കാറ്റഗറി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ ഈ ഐഡിയാസ് നന്നായിട്ട് പിന്നെ വായിച്ച് നിങ്ങൾ ഒന്ന് പിന്നെ ഡൈജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കാറ്റഗറീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.